അപ്പോൾ ഗസ ജിൽസി ലോകത്തിന്റെ ആകെ നോവാണെങ്കിൽ മലയാളികൾക്ക് എല്ലാ കാലത്തേക്കും ഇങ്ങനെ വേദനയോടെ നിലനിൽക്കുന്ന ഒരു നോവാണ്. നമ്മൾ അതിൽ മുണ്ടക്കൈ ദുരന്തം, മുണ്ടക്കൈ ദുരന്തത്തിലെ ഒരാളുടെ ജീവിത കഥ കൂടി നമ്മുടെ പോലെ തന്നെ നമുക്ക് മുണ്ടക്കൈ ഓർക്കുമ്പോൾ ശ്രുതിയെ മറക്കാൻ കഴിയില്ല. നമ്മൾ ശ്രുതിയുടെ ശബ്ദത്തിലൂടെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ഭീകരതയും നമ്മൾ ആദ്യം അറിയുന്നത്. ഉടയൊക്കെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ ആ കഥയുണ്ടല്ലോ, ഹയർ സെക്കൻഡറി കഥാപ്രസംഗത്തിന്റെ വേദിയിലും എത്തി. ആ റിപ്പോർട്ടിലേക്ക്. മനം പൊട്ടിക്കരഞ്ഞില്ല ധീരയാം പെൺകുടി. ഉരുളെടുത്ത രാത്രിയിൽ സർവ്വതും നഷ്ടപ്പെട്ട ശ്രുതിയെ അവർ കഥാവിഷയമാക്കി. വേദിപത്ത് ചെമ്പരത്തിയിൽ അവർ കഥ പറഞ്ഞു തുടങ്ങി. ആഹ്ലാദാരവത്തോടെ പാട്ടുപാടുന്നത് തേടുന്ന ആദിവാസി പെണ്ണുങ്ങൾ അവർ പാടുകയാണ്. നനച്ചിരിക്കാത്തൊരു രാത്രിയിലാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ സ്വപ്നങ്ങളെ ഉരുൾ വിഴുങ്ങിയത്. നിമിഷനേരം കൊണ്ട് ഒരു നാട് മുഴുവൻ മണ്ണടരുകളിലേക്ക് മാഞ്ഞുപോയെന്ന ദുഃഖം ഉള്ളിലൊതുക്കി ലത്തീഫ് മാഷ് തൻ്റെ പ്രിയപ്പെട്ട സോണിയ ടീച്ചറെ തിരഞ്ഞെത്തി. തൻ്റെ കുടുംബത്തിലെ ഇനി ആരും അവശേഷിക്കുന്നില്ലെന്ന സത്യം ബോധപൂർവം മറച്ചുവെച്ച് ജീവിതം തകർക്കാനെത്തിയ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് അയാൾ അവളെ കോരിയെടുത്തു. പക്ഷേ പ്രപഞ്ചം അവളെ ആ സങ്കടത്തിലും ഒതുക്കിയില്ല. തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ജീവിതത്തിലേക്ക് ഒരു കൈ കൊടുക്കുന്നതിനിടയിൽ ലത്തീഫ് മാഷിനും ഗുരുതരമായ പരിക്കേറ്റു. സകലതും നഷ്ടപ്പെട്ട ഒരനാഥ പെൺകുട്ടി സമയമത്രയും അടക്കിവെച്ച മുറിഞ്ഞ ഹൃദയത്തിൻ്റെ വിങ്ങൽ അന്നേരം അണപൊട്ടിയൊഴുകി. എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം, തിരിച്ചു വരൂ ഡോക്ടർ, എന്ത് ചെയ്യണം, എന്റെ പ്രിയപ്പെട്ട മാഷിലേക്ക് തരൂ. പക്ഷേ അയാൾ ജീവിതത്തോട് പൊരുതി. പ്രിയതമയ്ക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ അവശേഷിച്ച തരുമ്പ് ജീവനിൽ പിടിച്ച് അയാൾ ജീവിതത്തിലേക്ക് കരകയറി. സദാസമയവും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ചിലവഴിക്കുന്ന ലത്തീഫ് മാഷിനെ പോലുള്ളവർ മരിച്ചുകൂടാ. അതിൻ്റെ കാരണം ഇതാണെന്ന് കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ ടീമിൻ്റെ പരിശീലകൻ TJ ജോസഫ് പറഞ്ഞു. അബ്ദുൾ ലത്തീഫ് മാസ്റ്ററും സോണിയ ടീച്ചറും, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്. മനുഷ്യർക്ക് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറായുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഉരുൾപൊട്ടലിൽ മരിക്കാൻ പാടില്ല, അദ്ദേഹം ഇനിയും ജീവിക്കണം മനുഷ്യർക്ക് വേണ്ടി. ശരിയാണ്, ലത്തീഫ് മാഷിനെ പോലുള്ളവരെ ഇത്തരം ദുരന്തങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ജോസഫിന്റെ കുട്ടികൾ വീണ്ടും പാടി. വേണം നമുക്ക് മാനവ സ്നേഹിയെ, നന്മകൾ പൂക്കുന്ന മാമരമണയാൾ, നാടിന്റെ നെറ്റിയിൽ ചന്ദനം പൂശുന്ന ചന്ദനത്തോപ്പിനധിപതിയാണയാൾ. കൊടുങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ നമ്മെ ഒറ്റുകൊടുത്ത മഹാപ്രളയത്തിന് കീഴ്പ്പെടില്ലെന്ന അതിജീവനത്തിന്റെ കഥ പറഞ്ഞ രണ്ട് മനുഷ്യ സ്നേഹികൾ. ജിഷ്ണു ഗിരീഷിനൊപ്പം അരുൺ രാജ്, മീഡിയ 1.